ഈ കോവിഡ്-19 ലോക്ക്ഡൗൺ അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിൽ പലരും പാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ കാറുകൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടാണ്. ഇത്രയും കാലം ഉപയോഗിക്കാതിരുന്നതിന് ശേഷം പല പല ആശങ്കകളും നിങ്ങളുടെ കാറിനെ പറ്റി ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികം തന്നെ. ഞാൻ എൻ്റെ കാറ് എപ്പോഴെങ്കിലും അധിക ദിവസത്തേക്കായി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കാറ്. അതെനിക്ക് പല സമയത്തും വളരെയേറെ ഗുണകരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ പാർക്ക് ചെയ്ത കാറുകൾ തിരിച്ചുപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നിലായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടുകൂടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്തിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ അത് സഹായിക്കുന്നതാണ്. ആദ്യമായി നിങ്ങളുടെ കാർ ഒരു ബോഡി കവർ ഉപയോഗിച്ച് കവർ ചെയ്താണ് പാർക്ക് ചെയ്തെങ്കിൽ ആ കവർ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഒരു മൈക്രോ ഫൈബർ തുണി ഉപയോഗിച്ച് ബോഡിയുടെ ഔട്ടർ ഭാഗം നന്നായി ക്ലീൻ ചെയ്യുക. ഇനി കൂടുതലായി പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് വാട്ടർ വാഷ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യുന്നത് ഈ പൊടികൾ മൂലമുള്ള സ്ക്രാച്ചസ് ഒഴിവാക്കുന്നതിന് നമ്മളെ സഹായിക്കും. ഇനി രണ്ടാമതായി നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻറ്റീരിയറിലോട്ടൊന്ന് നല്ലപോലെ നിരീക്ഷിക്കുക. വല്ല എലിയോ അല്ലെങ്കിൽ മറ്റു വല്ല ജീവികളോ കാറിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ, വല്ലതിനും ഡാമേജ് ചെയ്തിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി മൂന്നാമതായി നമ്മൾ എഞ്ചിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ റബ്ബർ ട്യൂബ് അല്ലെങ്കിൽ ഫ്യൂൽ പൈപ്പ്സ് അല്ലെങ്കിൽ വല്ല വയറിങ്സ് അല്ലെങ്കിൽ റബ്ബറിൻ്റെ ബെൽറ്റുകൾ എന്നിവ എലികളോ മറ്റോ ഡാമേജ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓതറൈസ് സർവീസ് സെൻറ്ററിലോ മറ്റോ ഇൻഫോം ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഗുണകരം. പിന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നിലായി എഞ്ചിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അതിനായി നമ്മുടെ എഞ്ചിനിൽ കൊടുത്തിരിക്കുന്ന ഡിപ്സ്റ്റിക് ആദ്യം അഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായി തുടച്ചതിന് ശേഷം തിരിച്ച് ഇൻസേർട്ട് ചെയ്ത് തിരിച്ച് വലിച്ചൂരിയതിനു ശേഷം എഞ്ചിൻ ഓയിൽ ലെവൽ മിനിമത്തിനും മാക്സിമത്തിനും നടുവിലുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ ഈ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരു പരന്ന പ്രതലത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ എഞ്ചിൻ കൂളൻ ലെവലും ബ്രേക്ക് ഓയിൽ ലെവലും മിനിമം ലെവലിന് മേലെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് എന്തുകൊണ്ടും സേഫ് ആയിരിക്കും. ഇനി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നിലായി നിങ്ങളുടെ കയ്യിൽ ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അതിനായി മൾട്ടിമീറ്റർ എടുത്ത് മൾട്ടിമീറ്ററിന്റെ നോബ് 20 വോൾട്ട് DC എന്ന ഭാഗത്തേക്ക് വയ്ക്കുക. അതിനുശേഷം ചുവന്ന പ്രോബ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും കറുത്ത പ്രോബ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ വെക്കുക. വെച്ചതിന് ശേഷം വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ 12.2നും 12.7നും ഇടയ്ക്കാണെങ്കിൽ ബാറ്ററിയുടെ കണ്ടീഷൻ നല്ല കണ്ടീഷനാണ്. ബാറ്ററി ഡിസ്ചാർജ് ആയിട്ടില്ലെന്നാണ്. അപ്പോൾ ബാറ്ററി നല്ല കണ്ടീഷനാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ബാറ്ററി ഡിസ്ചാർജ് ആയിരിക്കുവാണ്, 12 വോൾട്ടിന് താഴെയാണ് കാണിക്കുന്നതെങ്കിൽ ഒന്നിക്കൽ നിങ്ങൾ ജംപ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബാറ്ററി പുറത്തു കൊടുത്ത് ചാർജ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇനി അടുത്തതായി നിങ്ങളുടെ കാറിന്റെ എല്ലാ ടയറുകളിലും ആവശ്യത്തിന് എയർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഒരു എയർ പ്രഷർ ഗേജ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. ഇനി എയർ കുറവാണ് അല്ലെ പഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൽ നിങ്ങൾ എയർ നിറച്ചു നോക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്പിനി അല്ലെ സ്പെയർ വീല് മാറിയിട്ടിട്ട് പുറത്തു കൊണ്ട് അത് ശരിയാക്കിയതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക. വണ്ടിയുടെ ടയറിൽ കാറ്റില്ലാതെ ഓടിക്കുകയാണെങ്കിൽ അത് ടയറുകൾക്ക് കീറലുകൾ സംഭവിക്കാനും ടയർ റിമ്മുകൾ ബെൻഡാവുന്നതിനും കാരണമായേക്കാം. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ലേറ്റസ്റ്റ് വണ്ടികളാണ്, MPFA അല്ലെ CRDA ടെക്നോളജിയുള്ള വണ്ടികളാണെങ്കിൽ നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി എഞ്ചിൻ സ്റ്റാർട്ടായ ഉടനെ തന്നെ റേസ് ചെയ്യരുത്. എഞ്ചിൻ കോൾഡ് കണ്ടീഷനിൽ നിന്നും വാം ആവുന്നത് വരെ എഞ്ചിനെ ഐഡ്ലിംഗിൽ റൺ ചെയ്യാൻ അനുവദിക്കുക. ഇത് എഞ്ചിന്റെ താഴെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഓയിൽ മേൽഭാഗത്ത് വരുന്നതിനും അതുവഴി പ്രോപ്പറായിട്ട് എല്ലാ ഭാഗങ്ങളിലും ലൂബ്രിക്കേഷൻ നടക്കുന്നതിനും ഉള്ള സമയം അനുഭവിക്കുന്നു. ഇതിനു ശേഷം മാത്രം എഞ്ചിൻ റേസ് ചെയ്യുക. ഇത് എഞ്ചിന്റെ സിലിണ്ടർ ഹെഡ് അല്ലെങ്കിൽ വാൽവ് ട്രെയിൻ പോലുള്ള ഭാഗങ്ങളുടെ ലൈഫ് കൂടുതലായി കിട്ടുന്നതിന് സഹായിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ WD-40 എന്നൊരു സ്പ്രേ ഉണ്ടെങ്കിൽ അത് ബാറ്ററിയുടെ ടെർമിനലുകളിലും ഡോറിൻ്റെ ഹിഞ്ചുകളിലും അല്ലെങ്കിൽ നമ്മുടെ ബോണറ്റ് അല്ലെങ്കിൽ ഡിക്കി ഓപ്പൺ ചെയ്യുന്ന ലിവറുകളിലും അങ്ങനെയുള്ള മൂവിങ് പാർട്സുകൾ നിങ്ങൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള മോയ്സ്ചർ റിമൂവ് ചെയ്യാനും അതുവഴി ആ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള റസ്റ്റ് ഒഴിവാക്കാനും ഇത് വളരെയേറെ സഹായിക്കും. അതുമാത്രമല്ല, നമ്മുടെ ആ മൂവിങ് ഭാഗങ്ങൾ സ്റ്റക്കായി പോകുന്ന ഒഴിവാക്കാനും ഇതൊരു ലൂബ്രിക്കൻ്റ് ആയിട്ടും ഇത് സഹായിക്കുന്നതാണ്. ഇനി അവസാനമായി വണ്ടിയുടെ ഹെഡ് ലാമ്പ്, ഇൻഡിക്കേറ്റർ ലാമ്പ്, ബ്രേക്ക് ലാമ്പ്, വൈപ്പർ, ഹോൺ എന്നിവയൊക്കെ പ്രോപ്പറായി വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി പുറത്തു പോകുന്നതിന് മുൻപായി വണ്ടിയുടെ ഇൻഷുറൻസ് വാലിഡിറ്റി ഉണ്ടോ എന്നും
ഒരു 70% ആൽക്കഹോൾ ലെവലുള്ള ഒരു ഹാൻഡ് സാനിറ്റൈസറും ഒരു നാപ്കിൻ ബോക്സും കാറിനകത്ത് വെക്കുന്നത് ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും ഗുണകരം തന്നെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ കാറിൽ പുറത്തുപോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ കൂടുതലായി ടച്ച് ആവുന്ന ഭാഗങ്ങൾ, അതായത് സ്റ്റിയറിംഗ് വീൽ അല്ലെങ്കിൽ ഗിയർ ലിവർ, ഡാഷ്ബോർഡ്, ഡോർ ഹാൻഡിൽ എന്നിവയൊക്കെ സാനിറ്റൈസ് ചെയ്ത് വയ്ക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇനി നിങ്ങൾ സീറ്റുകളോ വല്ല ലെതർ ഏരിയ നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ലിക്വിഡ് ഉപയോഗിക്കാതെ സോപ്പ് ഓയിലുകളോ അല്ലെങ്കിൽ ഷാമ്പൂ ഉപയോഗിച്ച് നിങ്ങളുടെ ലെതർ ഐറ്റം ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഗുണകരം. ഈ ഒരു ഇൻഫോർമാറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടുകൂടെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഓർമ്മിപ്പിച്ചോളൂ.